മർക്കസ് നോളജ് സിറ്റിയിൽ ഇന്നലെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീന് നൽകിയ സ്വീകരണത്തിൻ്റെ ചില ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൃത്യമായിട്ട് നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതും അതേ ദൃശ്യങ്ങൾ തന്നെയാണ്. ഇത് കാണുമ്പോൾ എനിക്ക് ഷംസുദ്ദീൻ ഒരു ചെറിയ പുഞ്ചിരിയൊക്കെ അയാളുടെ മനസ്സിന്, അയാളുടെ മുഖത്ത് നമുക്ക് കാണാൻ കഴിയുന്നതെങ്കിലും അയാളുടെ ഉള്ളിൽ അയാൾ പൊട്ടിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഈ ഫോട്ടോയിൽ കാണുന്ന പലരും കഴിഞ്ഞ 2011, 16, 21, 26 ഇത്രയും 4 തവണ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ട്. ഈ 2011 മുതൽ ഈ ആളുകൾ, ഈ ഫോട്ടോയിൽ കാണുന്ന പല ആളുകളും മണ്ണാർക്കാട്ട് പോയി സ്റ്റേജ് കെട്ടി അനുയായികളെ കൊണ്ടുവന്ന് വേദിയിലിരുത്തി മൗലൂദും കുത്തുറാത്തീബും കരച്ചിലും മൂക്കൊലിപ്പിക്കലും പിടിച്ചിലും ഒക്കെ നടത്തിയ ആളുകളാ. എന്തിനായിരുന്നു? ഷംസുദ്ദീൻ അയാൾ രാജ്യദ്രോഹിയാണ്. ഒരു കാലത്തും അയാൾ മണ്ണാർക്കാട്ട് നിന്ന് വിജയിച്ച് കയറാൻ പാടില്ല എന്ന് തങ്ങളുടെ അണികൾക്ക് ആഹ്വാനം നൽകി, നിർദ്ദേശം നൽകി. അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീനെ പരാജയപ്പെടുത്താൻ വേണ്ടിയുള്ള എല്ലാ പണികളും എടുത്ത ആളുകളാണ് കൈകൊടുത്ത് പുഞ്ചിരിച്ച് ഷംസുദ്ദീനെ സ്വീകരിക്കുന്നത് എന്നുള്ളതാണ്. ഷംസുദ്ദീൻ രാജ്യദ്രോഹിയാണെന്നാണ് ഇവരുടെ ഉന്നത നേതാവ് മണ്ണാർക്കാട്ട് സംസാരിച്ചത്. മറ്റൊരാൾ പറഞ്ഞത്, പോളിംഗ് ബൂത്തിലേക്ക് നടക്കുമ്പോൾ നിങ്ങൾക്ക് ഷംസുദ്ദീന് വോട്ട് ചെയ്യരുത്. അതിനു വേണ്ടിയിട്ട് ഇവരുടെ സന്നാഹങ്ങൾ അത്രയും ഉപയോഗിച്ചുകൊണ്ട് മണ്ണാർക്കാട്ട് പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതാ. ആ ഷംസുദ്ദീനെ ഇവർ സ്വീകരിക്കുകയാ, കൈകൊടുത്ത് സ്വീകരിക്കുകയാ. ഷംസുദ്ദീനെ സ്വീകരിച്ചിങ്ങനെ കൊണ്ടുവന്ന് ഇരുത്തി സംസാരിക്കുകയാണ്. എവിടെ വരെ എത്തി നിൽക്കുന്നു ഈ കൂട്ടരുടെ കാപട്യങ്ങൾ എന്നുള്ളതാണ് നമുക്കിതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൻ്റെ ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അവൈലബിളാ. ഇതിൻ്റെ ദൃശ്യങ്ങളൊക്കെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. എന്ന് പറഞ്ഞാൽ ഷംസുദ്ദീനെ തോൽപ്പിക്കാൻ വേണ്ടി സ്റ്റേജ് കെട്ടി പണിയെടുത്ത് ആഹ്വാനം ചെയ്ത് മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞ് ആഹ്വാനം ചെയ്തവര് ഇപ്പം പറയുന്നത് ഞങ്ങളുടെ വോട്ട് കൊണ്ടാണ് ഷംസുദ്ദീൻ ജയിച്ചത്, ഞങ്ങളില്ലായിരുന്നുവെങ്കിൽ മണ്ണാർക്കാട്ട് ഷംസുദ്ദീൻ വിജയിക്കുമായിരുന്നില്ല എന്നുള്ളതാണ് ഇപ്പം അവർ പറയുന്നത്. അല്ലേ? ഇത് 1989 മുതൽ തുടങ്ങിയതാണ് ഈ മമ്മൂഞ്ഞാവുന്ന പരിപാടി. എട്ടുകാലി മമ്മുഞ്ഞിൻ്റെ സ്വഭാവം 1989 മുതൽ തുടങ്ങിയതാ. പണിയെടുക്കുക, പ്രവൃത്തി ഒന്ന്, എന്നാൽ പറച്ചിലോ അത് മറ്റൊന്ന്. അവകാശവാദങ്ങൾക്കും വെല്ലുവിളികൾക്കും വീരവാദങ്ങൾക്കൊന്നും ഒരു കുറവുമില്ല. അതങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് തുടർന്നുകൊണ്ടേയിരിക്കും. അതിലൊരു മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. 2011 മുതൽ പണിയെടുക്കുക മണ്ണാർക്കാട്ട് ഷംസുദ്ദീനെ തോൽപ്പിക്കാൻ. 2011 വിജയിച്ചു, 2016 വിജയിച്ചു, 2021 വിജയിച്ചു, 2026 വിജയിച്ചു. ഇപ്പം 2016 2021 കേരളത്തിലാകമാനം പിണറായി വിജയൻ തരംഗം മാഞ്ഞു വീശിയ ഘട്ടമായിരുന്നു. ആ ഘട്ടത്തിലൊന്നും ഇവരടക്കം സ്റ്റേജ് കെട്ടി പണിയെടുത്തിട്ടും, സ്റ്റേജ് കെട്ടി പൈസ ചെലവാക്കി, സ്റ്റേജ് കെട്ടി എന്തിനാ സ്റ്റേജ് കെട്ടിയേ? പൈസ ചെലവാക്കി എന്തിനാ? ഷംസുദ്ദീനെ തോൽപ്പിക്കാൻ മണ്ണാർക്കാട്ട് സ്റ്റേജ് കെട്ടിയ ആൾക്കാരാ. അവിടെ നിന്ന് കരഞ്ഞ് പറഞ്ഞതാ. പക്ഷെ അള്ള കേട്ടില്ല. കാരണം കരയാനിപ്പോൾ ആർക്ക് വേണമെങ്കിലും കരയാം. പക്ഷെ അള്ള എല്ലാം കേൾക്കൂല. അള്ള കേട്ടില്ല. ഷംസുദ്ദീനെ തോൽപ്പിക്കാൻ ഇപ്പോൾ ഈ ചുള്ളിക്കോട് സഖാഫിയും അപ്പുറത്ത് നിൽക്കുന്ന വ്യക്തിയും അതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന വ്യക്തിയും എല്ലാവരും നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ട്. ഇവരുടെ നമ്പർ 1 നേതാവ് മുതൽ താഴെക്കടയിലുള്ള ഏറ്റവും അവസാനത്തെ പ്രവർത്തകൻ പോലും മണ്ണാർക്കാട്ട് ഷംസുദ്ദീനെ തോൽപ്പിക്കാൻ 2011 മുതൽ പണിയെടുത്തുകൊണ്ടിരിക്കുക.
പക്ഷേ നടന്നിട്ടില്ല. 4 തവണയായി. ഇപ്പം 2026 ഓരോ തവണയും മണ്ണാർക്കാട്ട് ശംസുദ്ദീൻ്റെ ഭൂരിപക്ഷം അങ്ങനെ കുതിച്ചുയരുകയല്ലാതെ അത് കീഴ്പോട്ട് പോയിട്ടില്ല. ശംസുദ്ദീന് ഈ പറഞ്ഞ ഒരു ഘട്ടത്തിലും 4 ഘട്ടങ്ങളിൽ ഒരു സമയത്തും ഒരു പ്രതിസന്ധി പോലും ഉണ്ടായിട്ടില്ല. വളരെ ഈസി വാക്ക് ഓവറൊക്കെ പോലെ വളരെ ഈസി ആയിട്ട് അയാൾ മണ്ണാർക്കാട്ട് നിന്ന് വിജയിച്ച് കയറിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ മണ്ണാർക്കാട്ടെ ജനതയ്ക്ക് അയാളെ അറിയാം. ഇതല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവര് ഈ കാരന്തൂരിൽ നിന്നും കോഴിക്കോട്ടു നിന്നും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നൊക്കെ ഇവരവിടെ പോയിട്ട് മൈക്ക് കെട്ടി പറഞ്ഞിട്ട് കാര്യമുണ്ടോ? മണ്ണാർക്കാട്ടുകാർക്കൊരു ബോധമുണ്ടല്ലേ, ആ ബോധത്തിനൊപ്പമല്ലേ അവർ നിൽക്കുള്ളൂ. അവരുടെ ബോധ്യങ്ങൾ എന്ന് പറയുന്നത് അത് ശംസുദ്ദീനാണ് എന്നുള്ളതാ. എന്താണെങ്കിലും ഞാനിങ്ങനെ ആലോചിക്കുന്നത്, ഈ ഒരു നമ്മൾ പറയും നമ്മളാകെ മാനക്കേടിലായി, നാണക്കേടിലായി, ആകെ എന്താ പറയുക, ചൂളിപ്പോയി, വല്ല ഒരു ഉളുപ്പ് അത് ഇച്ചിരി വേണ്ടേ? മണ്ണാർക്കാട്ട് ചെന്ന് ശംസുദ്ദീനെ തോൽപ്പിക്കാൻ മൈക്ക് കെട്ടി പറഞ്ഞ ആൾക്കാർ മണ്ണാർക്കാട്ട് MLA ശംസുദ്ദീൻ മന്ത്രിയായി വരുമ്പോൾ അയാളെ വിളിച്ചു വരുത്തി സ്വീകരിക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. വിളിച്ചു വരുത്തി സ്വീകരിക്കുക. ഇപ്പം വിളിച്ചു വരുത്തി സ്വീകരിക്കുക എന്ന് പറയാനുള്ള കാരണം നിങ്ങൾ നോക്കി ആ ഫോട്ടോയിൽ പുറകിൽ കാണുന്ന സ്ക്രീനിൽ നിങ്ങൾ വാം വെൽക്കം ശ്രീ അഡ്വക്കേറ്റ് N ശംസുദ്ദീൻ എന്നാണ് അതിൻ്റെ പുറകിൽ എഴുതിയിരിക്കുന്നത്. മർക്കസിൻ്റെ ലോഗോയൊക്കെ ഉണ്ട് അതിൽ അല്ലേ? എൻ്റെ പുറകിൽ ശംസുദ്ദീൻ ഒരു പച്ച കുപ്പായൊക്കെ ഇട്ട് ചിരിച്ച് നിൽക്കുന്ന ഫോട്ടോ ഒക്കെ വെച്ചിട്ട് എഴുതിയിരിക്കുന്നത് എന്താണ്? വാം വെൽക്കം ശ്രീ അഡ്വക്കേറ്റ് N ശംസുദ്ദീൻ. അപ്പോൾ കൃത്യമായിട്ട് വിളിച്ചു വരുത്തി തങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുമോ, എന്തെങ്കിലും കിട്ടുമോ, അതിന് വേണ്ടിയുള്ള പരിപാടിയാണ്. എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കുകയാണ്. ഇപ്പൊ ഡൽഹിയിൽ പോയിട്ടൊരു കൂടിക്കാഴ്ച നടത്തിയല്ലോ, അതും ഇതുപോലെ എന്തെങ്കിലും കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ടാ. അപ്പൊ എന്തെങ്കിലുമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ കൂടിക്കാഴ്ച കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ട് പറഞ്ഞത് രാജ്യത്ത് മുസ്ലിങ്ങള് നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ കീഴിൽ വലിയ സംതൃപ്തരാണ് എന്ന് പറഞ്ഞല്ലോ. കാരണം അത് പറയാൻ കാരണം ഉണ്ടായിരുന്നു. കാരണം ബിസിനസ് ബംഗാളിലേക്കും ആസാമിലേക്കൊക്കെ വ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ബിസിനസ്സിന് വെച്ചടി കയറ്റം വേണം. അപ്പോൾ അതിന് നരേന്ദ്രമോദിക്ക് ഓശാന പാടണം. കാരണം അസമിലും ബംഗാളിലുമൊക്കെ അന്ന് പോയി കണ്ടപ്പോൾ അസമിൽ സംഘപരിവാർ സർക്കാർ തന്നെയാണ്, പക്ഷേ ബംഗാളിലായിരുന്നില്ല. പക്ഷേ ബംഗാളിൽ ഒരു തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് എന്നുള്ളതൊക്കെ അറിയരുത്. പിന്നെ പ്രത്യേകിച്ച് കേരളത്തിന് പുറത്താണല്ലോ. കേരളത്തിന് പുറത്താകുമ്പോൾ സ്വാഭാവികമായിട്ടും രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ പിന്തുണ വേണം എന്ന് പറഞ്ഞാൽ എന്താ ഇപ്പം കിട്ടുക? ഒരു 50 പൈസയുടെ മുട്ടായി, 50 പൈസേൻ്റെ മുട്ടായി ഇപ്പം ഇല്ലാതെ തോന്നുന്നുണ്ടല്ലേ? എന്നാൽ 1 ഉറുപ്പ്യൻ്റെ മുട്ടായി ആക്കാം നമുക്ക്. 1 ഉറുപ്പ്യൻ്റെ മുട്ടായി അതെങ്കിലും കിട്ടുമോ എന്നറിയാൻ വേണ്ടിയുള്ള കളികളാണ്. ഇപ്പം ശംസുദ്ദീനെ വിളിച്ചതും വരുത്തിച്ചതും സ്വീകരണം ഒരുക്കിയതുമൊക്കെ അതിൻ്റെ ഭാഗമാണ്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇപ്പം ഇവർക്ക് പ്രവർത്തകരില്ല. എന്തായിരുന്നു ശംസുദ്ദീനെ തോൽപ്പിക്കാൻ മണ്ണാർക്കാട്ട് സ്റ്റേജ് കെട്ടിയതിൻ്റെ അടിസ്ഥാനം എന്തായിരുന്നു? ശംസുദ്ദീൻ ഇവരുടെ 2 പ്രവർത്തകരെ കൊല ചെയ്തു എന്നായിരുന്നു ഇവർ പറഞ്ഞത്. ശംസുദ്ദീന് ഇവരുടെ 2 പ്രവർത്തകരെ കൊന്നു. ഇപ്പൊ പ്രവർത്തകരുമില്ല, ഇവരുടെ സംഘടനയില്ല. ഇപ്പോ കൊലയാളി, ഇവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ശംസുദ്ദീൻ കൊലയാളിയാ. ആ കൊലയാളി ശംസുദ്ദീനെ മർക്കസിൽ വിളിച്ചു വരുത്തി സ്വീകരിക്കുക. എന്താ ഇതല്ലേ ആ വല്ലാത്ത ജാതി എന്ന് പറയുന്നത് അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നിങ്ങളത് തന്നെ പറ. ഇതല്ലേ സംഭവിക്കുന്നത്? മണ്ണാർക്കാട്ട് സ്റ്റേജ് കെട്ടി പറയുമ്പോൾ ശംസുദ്ദീൻ കൊലയാളിയാ, എന്നാ മർക്കസിൽ സ്വീകരണം ഒരുക്കുമ്പോൾ ശംസുദ്ദീൻ മന്ത്രിയാ. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണല്ലോ, എന്തെങ്കിലും കിട്ടണം. എന്തായാലും കുഴപ്പമില്ല. 1 ഉറുപ്പ്യൻ്റെ മുട്ടായി ആണെങ്കിൽ അതും കുഴപ്പമില്ല അല്ലേ? നോളജ് സിറ്റിയിലെ വ്യവസായം, ബിസിനസ് അത് തഴച്ച് വളരണം. അതിന് ശംസുദ്ദീൻ വേണം, ശംസുദ്ദീൻ്റെ സഹായം വേണം. കുഴപ്പമില്ല, ശംസുദ്ദീന് തങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട 2 ആളെ കൊന്നാലും കുഴപ്പമില്ല. തങ്ങളുടെ ബിസിനസ് അതിന് നല്ല വേരോട്ടം വേണം എന്നുള്ളതാണ് ഇവറ്റകൾ ചിന്തിക്കുന്നത് അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്.
കോഴിക്കോട്ടെ മേനോൻ വക്കീൽ ഉണ്ടാക്കിയ ആൾക്കാർക്ക് ഇങ്ങനെയല്ലാതെ പിന്നെ എങ്ങനെയാ ചിന്തിക്കാൻ പറ്റുക? അതും കൂടി കാണണമല്ലോ നമ്മൾ. കോഴിക്കോട്ടെ മേനോൻ വക്കീല് അസില് നന്നാകണമെന്ന് പറയാറുണ്ടല്ലോ നമ്മൾ. അതുപോലെയാണ് വരക്കൽ തങ്ങളിട്ട ആ അടിത്തറ അത് വേറെ, കോഴിക്കോട്ടെ മേനോൻ വക്കീലിട്ട അടിത്തറ അത് വേറെ അല്ലേ? അതല്ല ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്.